മലയാളം സിനിമയോട് നമ്മൾ മറ്റേ പല രീതിയിലുള്ള സാധനങ്ങൾ നമുക്ക് ചെയ്യാനുള്ളൊരു ലിബർട്ടി ഉണ്ട് ഇവിടെ. ആളുകൾ അത് ഒരിക്കലും ജഡ്ജ് ചെയ്യില്ല. എല്ലാരും മറ്റേ നിങ്ങൾ സിനിമകൾ ചെയ്യൂ, നിങ്ങൾക്ക് വെറൈറ്റി സാധനങ്ങൾ വേണം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യണ ഒരു ഓഡിയൻസ് നമുക്കുണ്ട്. അത് ഭയങ്കര ഒരു പ്ലസ് ആണ്. ഒരു തലമുറ വെച്ചിട്ട് നമ്മൾ മലയാള സിനിമേനെ സെഗ്രിഗേറ്റ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പഴയ തലമുറ ചിത്രങ്ങൾ, ന്യൂ ജനറേഷൻ ചിത്രങ്ങൾ, അതിനെ ബ്രേക്ക് ചെയ്തൊരു വർഷം കൂടിയാണ് 2024. അത് ഏത് ജനറേഷൻ ആണെങ്കിലും ക്യാരക്ടറും സിനിമയും നന്നാവണം എന്നുള്ളതിലേക്ക് എല്ലാവരും ഒന്നിച്ച് വന്നതുകൂടെയാണ്. ഇപ്പം ഈ പറഞ്ഞ എല്ലാ ചിത്രങ്ങളിലും ആ രണ്ട് തലമുറ കൂടെ ഒന്നിച്ച് വരികയാണ്. ഈ ഒരു ഗ്യാപ്പ് ഇല്ലാതാവുന്നത് മലയാള സിനിമയെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്കത് ആക്ച്വലി തോന്നിയിട്ടുണ്ട്. കാര്യം എല്ലാ വർഷവും അങ്ങനത്തെ പരിപാടികൾ ഉണ്ടാവുന്നുണ്ട്. പുതിയ എല്ലാ വർഷവും ന്യൂ ജനറേഷൻ സിനിമകൾ ഉണ്ടാവുന്നുണ്ട്. 90s ന്യൂ ജനറേഷൻ സിനിമ ഉണ്ടായിട്ടുണ്ട്, 95 ന്യൂ ജനറേഷൻ സിനിമ ഉണ്ടായിട്ടുണ്ട്, 2024 അത് ഉണ്ടാവും, ഇനിയും ഉണ്ടാവും. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു പടത്തിന്റെ ക്യാരക്ടർ ആ രീതിക്കല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പൊ ഫാമിലി പോയി കാണുന്ന പടം, ഇപ്പൊ മാർക്കോ വയലൻസ് ഉള്ള പടമാണ്, അപ്പൊ ആ പടത്തിന് ആ രീതിക്ക് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ രോമാഞ്ചം വൺ ഔട്ട് ആൻഡ് ഔട്ട് ഫണ്ട് പോണ പരിപാടിയാണ്. പിന്നെ ഇപ്പൊ എല്ലാവർക്കും വർക്ക്, ഇപ്പൊ ഫാമിലി എല്ലാവരും കുടുംബമായിട്ട് വന്ന് കാണണമെങ്കിൽ ഒരു കുടുംബ പടം, അല്ലെങ്കിൽ അജഗജാന്ദ്രൻ പോലത്തെ ഇടിപ്പടമൊക്കെ ആണെങ്കിൽ എനിക്ക് ഏജ് കാറ്റഗറി ആൾക്കാർക്ക് മനസ്സിലായി തിയേറ്ററിൽ വന്ന് വാച്ച് ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷെ ശരിക്കും ഞങ്ങള് ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകൾ വൈസ് നമ്മൾ ചിന്തിക്കുമ്പോൾ വി ആർ വെരി ലക്കി ടു ബി എ പാർട്ട് ഓഫ് മലയാളം സിനിമ. കാര്യം മലയാള സിനിമ ഇന്ത്യൻ സിനിമനെയോ അല്ലെങ്കിൽ വേൾഡ് സിനിമ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ്. കാര്യം നമ്മൾ അങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ പരിപാടികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കാരണം അത് തന്നെയാണ് നേരത്തെ പറഞ്ഞത്, നമ്മള് പഴയ കാലം തുടങ്ങി ന്യൂ ജനറേഷൻ സിനിമ കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ല ഹാപ്പി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈഡിൽ കൂടി നല്ല ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ, നമ്മൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം. കാര്യം ഞങ്ങൾക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾക്ക് മറ്റേ ഇപ്പൊ ശരിക്കും വേറൊരു ഇൻഡസ്ട്രിയിലാണെങ്കിൽ ചിലപ്പോ ഇത്രയും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ, ഒരു പെർട്ടിക്കുലർ സ്റ്റൈൽ ഓഫ് പരിപാടി പിടിച്ച് നമ്മൾ ഇപ്പൊ പോകേണ്ട വരുമായിരിക്കും. ഇമേജ് കോൺഷ്യസ് ആവുന്നുണ്ടാവും. പറ്റില്ല, ഇമേജ് കോൺഷ്യസ് മാത്രമല്ലല്ലോ, ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് പരിപാടി നമുക്ക് പിടിച്ചു പോകേണ്ടി വരും. പക്ഷെ ഇതല്ല, നമ്മൾ മലയാളം സിനിമയോട് നമ്മൾ മറ്റേ പല രീതിയിലുള്ള സാധനങ്ങൾ നമുക്ക് ചെയ്യാനുള്ളൊരു ലിബർട്ടി ഉണ്ട് ഇവിടെ. ആളുകൾ അത് ഒരിക്കലും ജഡ്ജ് ചെയ്യില്ല. എല്ലാരും മറ്റേ നിങ്ങൾ സിനിമകൾ ചെയ്യൂ, നിങ്ങൾക്ക് വെറൈറ്റി സാധനങ്ങൾ വേണം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യണ ഒരു ഓഡിയൻസ് നമുക്കുണ്ട്. അത് ഭയങ്കര ഒരു പ്ലസ് ആണ് മലയാളം സിനിമ, മലയാളം ആക്ടേഴ്സിന് നമുക്ക് സ്പെഷ്യലി.